ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പള്ളിക്കര എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7.5 കിലോമീറ്ററും കാക്കനാട് സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് 11 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം 15 കിലോമീറ്ററും തൃപ്പൂണിത്തറയിലേക്ക് 17 കിലോമീറ്ററുമാണ് വരുന്നത്. കിഴക്കമലം പള്ളിക്കര റോഡ് മുതൽ ഈ വീട് വരെ വരുന്ന എല്ലാ റോഡുകളും നല്ല വിശാലമായ റോഡ് തന്നെയാണ്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. വളരെ ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകാവുന്ന രീതിയിൽ ഇന്റർലോക്ക് കട്ടവിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു SUV കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടുമുറ്റത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. കിണർ വെള്ളമാണ് ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സായി വരുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8-10 ആളുകൾക്ക് വരെ സുഖമായി നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ കസേരയിട്ടിരിക്കാവുന്നതാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. എൽ ഷേപ്പിൽ വരുന്ന വലിയൊരു കോർണർ സെറ്റി സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് മനോഹരമായ ഒരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയ ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഷാൻലിയറും ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. നല്ല സൗകര്യമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെ വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ് ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാലും ലിവിംഗ് ഏരിയയിൽ നിന്നും പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കിച്ചന്റെ പൊസിഷൻ വരുന്നതും. എൽ ഷേപ്പിൽ വരുന്ന നീളമേറിയൊരു കിച്ചനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കിച്ചൺ കബോർഡിന്റെ കളർ നൽകിയിരിക്കുന്നതും. കൃത്യമായി വാസ്തുപരമായി തന്നെ ഈ വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടും മറ്റുമായിട്ടുള്ള പ്രത്യേക ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ഇവിടെ പ്രത്യേകം ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം വലിപ്പം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നതും. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബ് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നതും. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡിലുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേ വരുന്ന ഭാഗത്തായി വലിയൊരു ടെക്സ്ചർ ഡിസൈനും നമുക്ക് കാണാം. 1ാം നിലയിലേക്ക് കയറിയാൽ നമ്മൾ ആദ്യം എത്തുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 15 അടിയോളം നീളം വരുന്ന വലിയൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാർത്തുകൊണ്ട് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ നിർമ്മിച്ചിരിക്കുന്നതും. വാഷ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെ ഇവിടെയും ലഭിക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ പോലെ തന്നെ വാർഡ്രോബ് എല്ലാം ഇവിടെയും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. എല്ലാ റൂമിലെയും പോലെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 2 പാർട്ടുകളായി തിരിച്ചിരിക്കുന്ന വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഭാഗം ഓപ്പൺ സ്പേസ് ആയും മറ്റു ഭാഗം കവേർഡ് ഏരിയയുമായിട്ടാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. ഈവനിംഗ് ടൈമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ വിശാലമായ ഒരു ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 5 സെന്റിൽ വീട് നോക്കുന്നവർക്ക് വളരെ ഉത്തമമായ ഒരു വീട് തന്നെയാണ് ഈ വീട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.